ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഹണിറോസ് നൽകിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നും മൊഴിയെടുത്തതിന് ശേഷം ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ഉണ്ട്. ഹാൻസ്, വളരെ തന്ത്രപ്രധാനമായ നീക്കമായിരുന്നു. ഒപ്പം തന്നെ വളരെ നിർണായകമായ ഇടപെടലുകളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്. പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെ അതിനുശേഷം എറണാകുളത്തേക്ക് എത്തിക്കുന്നതിലുൾപ്പെടെ കൃത്യമായി വിവരങ്ങൾ യാതൊരു തരത്തിലും പുറത്തു പോകരുത്, മാധ്യമങ്ങളിലേക്ക് പോലും അത്തരം വാർത്തകൾ എത്തരുത് എന്നുള്ള കർശനമായ ഒരു നിർബന്ധ ബുദ്ധി പോലീസ് ഇതിൽ പുലർത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലോക്കപ്പിലേക്ക് എത്തുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ലോക്കപ്പിൽ അടയ്ക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. നാളെ മാത്രമേ കോടതിയിൽ ഹാജരാക്കാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ 11 മണിയോടുകൂടി കോടതിയിൽ എത്തിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കുന്നു ഹണിറോസ്. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടി വയനാട്ടിലെത്തുന്നു. തുടർന്ന് ഈ ഓപ്പറേഷൻ കഴിയുന്നത് വരെ വയനാട്ടിലെ പോലീസിന് പോലും ഇതിനെക്കുറിച്ച് ധാരണയുണ്ടാകുന്നില്ല. അപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്തത് കടുത്ത ജാഗ്രതയോടെയും ഒപ്പം തന്നെ നിയമപരമായ നടപടികൾ കൃത്യമായി നടപ്പാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലേ? അങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത്? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ രീതിയിലും ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടുക എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ തടങ്കലിലാക്കുക അല്ലെങ്കിൽ ലോക്കപ്പിലാക്കുക എന്ന തരത്തിലുള്ള കൃത്യമായ ഒരു ഓപ്പറേഷൻ തന്നെയാണ് എറണാകുളം സെൻട്രൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഈ കേസിൻ്റെ നാൾവഴികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹണിറോസ് ബോബി ചെമ്മണ്ണൂറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ക്ഷണിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇവിടെ വെച്ച് ബോബി ചെമ്മണ്ണൂർ നമ്മളോടക്കം വ്യക്തമാക്കിയതുപോലെ ദ്വയാർത്ഥത്തിൽ മഹാഭാരതത്തിലെ കുന്തി ദേവിയുമായ ഒരു പരാമർശം ഹണിറോസിനെതിരെ നടത്തുന്നു. ഇത് അവരെ സ്വാഭാവികമായിട്ടും വളരെയധികം ദുഃഖത്തിലാഴ്ത്തുന്നു. അതവർ ആ സമയത്ത് ഒന്നും വെളിപ്പെടുത്തുന്നില്ല. പിന്നീട് അതൊരു സാമൂഹ്യ മാധ്യമ പോസ്റ്റായിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുന്നത്. ആ സമയത്ത് തനിക്ക് ദുഃഖമുണ്ടായെങ്കിലും തൻ്റെ കുടുംബത്തിന് വേദന ഉണ്ടായെങ്കിലും താനത് ബോബി ചെമ്മണ്ണൂരിനടക്കം അറിയിക്കാൻ ശ്രമിച്ചപ്പോഴും പിന്നീട് പ്രതികാര നടപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് പ്രധാനമായും ഹണിറോസ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആദ്യമായി തന്നെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഹണിറോസ് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു. തന്നെ ഒരു വ്യക്തി നിരന്തരമായി അശ്ലീല പരാമർശങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നു. താൻ പോകുന്ന സ്ഥലത്തെല്ലാം പ്രതികാര നടപടിയുമായി എത്തുന്നു. താൻ ഇത് വേണ്ട അല്ലെങ്കിൽ താൻ ഇത് നിരാകരിച്ചിട്ടും തന്നെ വീണ്ടും ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് പേര് വെളിപ്പെടുത്താത്ത രീതിയിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ആദ്യം ഹണിറോസ് തൻ്റെ പ്രതിഷേധം അല്ലെങ്കിൽ തൻ്റെ സ്വരം ഉയർത്തുന്നത്. പിന്നീട് അതിനുശേഷം വീണ്ടും ഹണിറോസ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് അല്ലെങ്കിൽ ആ പോസ്റ്റിന് താഴെ അശ്ലീല പരാമർശങ്ങൾ, നമുക്കറിയാം സാമൂഹ്യ മാധ്യമത്തിൽ ഹണിറോസും അല്ലെങ്കിൽ മറ്റ് നടിമാരും എല്ലാം ഏത് രീതിയിലുള്ള സൈബർ ആക്രമണമാണ് പല പോസ്റ്റുകളിലേക്കും നേരിടുന്നത് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ പോസ്റ്റിൻ്റെ താഴെ വളരെ മോശമായ രീതിയിൽ തന്നെ അധിക്ഷേപ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അതിലാണ് ഹണിറോസ് വീണ്ടും യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നുള്ള രീതിയിൽ വീണ്ടും ആ പരാതിയിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ആ കമൻറ്റുകൾ രേഖപ്പെടുത്തിയ ആളുകൾക്കെതിരെ ശക്തമായ പരാതിയുമായി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു, പരാതി നൽകുന്നു. പോലീസ് അതിന് കേസെടുക്കുന്നു. ഏകദേശം 30ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതിൽ ഉൾപ്പെട്ട പ്രധാന പ്രതിയെ കുമ്പളം സ്വദേശിയായ ഷാജിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടുന്നു. അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അടക്കം വ്യക്തമാക്കിയത് 30 പേർക്കെതിരെ കേസെടുത്തതിൽ 20ഓളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും പുട്ട വിമലാദിത്യ വ്യക്തമാക്കുന്നു. ഇതിനുശേഷമാണ് വീണ്ടും ഹണിറോസ് മറ്റൊരു സാമൂഹ്യ മാധ്യമ പോസ്റ്റുമായി എത്തുന്നത്. താൻ പരാതി നൽകിയിട്ടുണ്ട്, ഇതിൽ കേസെടുത്തിട്ടുണ്ട്, തനിക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീത്വത്തിനെതിരെ സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിക്കുന്ന അശ്ലീല അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സ്ത്രീകളെ വളരെയധികം മോശം രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കെതിരെയും താൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നുള്ള രീതിയിൽ മറ്റൊരു പോസ്റ്റും സാമൂഹ്യ മാധ്യമത്തിലൂടെ ഹണിറോസ് പുറത്തുവിടുന്നു. അതിനുശേഷമാണ് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇദ്ദേഹം ആരാണെന്നും തന്നെ അശ്ലീല പരാമർശം നടത്തി അല്ലെങ്കിൽ തൻ്റെ പുറകെ പ്രതികാര നടപടിയോടെ നടക്കുന്നത് ആരാണെന്ന് വെളിപ്പെടുത്തുന്ന രീതിയിൽ പേരടക്കം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഹണിറോസ് പിന്നീട് എത്തുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്ന പേര് തന്നെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അത് ഹണിറോസ് വ്യക്തമാക്കുന്നു. ഇത് വീണ്ടും ചർച്ചയാകുന്നു. കാരണം നമ്മൾക്കറിയാം നേരത്തെ ഒന്നും ഹണിറോസ് ആരാണ് തൻ്റെ പുറകെ നടന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നീട് ബോബി ചെമ്മണ്ണൂരിനെ താക്കീതെന്നുള്ള രീതിയിൽ തന്നെ ഹണിറോസ് രംഗത്തെത്തുന്നു. ഇതിലും പറയുന്നത്
ഞാൻ താങ്കൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. താങ്കളുടെ പണത്തിൻ്റെ ഹുങ്ക് കാണിച്ചുകൊള്ളൂ. ഞാൻ ഈ നിയമവ്യവസ്ഥയിൽ, ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊള്ളാം. ഞാൻ ആ നിയമവ്യവസ്ഥയിൽ പോരാടും എന്ന് ഹണി റോസ് വ്യക്തമാക്കുന്നു. അന്ന് ഏകദേശം അന്നേ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകുന്നത്. പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, ഏകദേശം 7 മണിക്കുള്ളിൽ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥർ, പ്രധാനമായും സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ CA അടക്കമുള്ള സംഘം ഇതിൽ കേസെടുക്കുന്നു. കേസെടുത്തതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൃത്യമായൊരു ഓപ്പറേഷൻ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇവർ നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. നമ്മളടക്കം ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഹണി റോസിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഉണ്ടായപ്പോൾ ശേഷം തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്തെല്ലാം നമുക്ക് ലഭിച്ചിരുന്ന മറുപടി താനൊരു യാത്രയിലാണ്, താൻ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് വരാൻ ശ്രമിക്കുകയാണ് എന്ന തരത്തിലുള്ള മറുപടികളൊക്കെയാണ് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനിടയിലെല്ലാം തന്നെ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് ഫോണിലൂടെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. നമ്മളോടൊപ്പം ന്യൂസ് മലയാളത്തിലോടൊപ്പം ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയത് താൻ അങ്ങനെ തെറ്റായ രീതിയിൽ പരാമർശം നടത്താനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അധിക്ഷേപ പരാമർശങ്ങൾ ഒരു സ്ത്രീക്കെതിരെ നടത്താനോ ശ്രമിച്ചിരുന്നില്ല എന്നാണ്. ഈ പറയുന്നത് പോലെ തന്നെ മഹാഭാരതത്തിലെ കുന്തി ദേവിയുമായി താൻ ഒരു പരാമർശം നടത്തിയിരുന്നു. അതൊരിക്കലും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അശ്ലീല പരാമർശം എന്നുള്ള രീതിയിലോ നടത്തിയതല്ല. മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി താൻ പല തമാശകളും പറയാറുണ്ട്. ഇതേ തരത്തിലുള്ള ഒരു തമാശ തന്നെയാണ് ഇതും എന്നുള്ള രീതിയിൽ വളരെ ചെറുതാക്കി, ഈ വിഷയത്തെ വളരെ ലഘൂകരിക്കുന്ന രീതിയിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ നമ്മളോടൊക്കെ പ്രതികരിച്ചത്. പക്ഷേ അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ നിരപരാധി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അപ്പോഴും നമ്മളോടൊക്കെ സംസാരിച്ചിരുന്നത്. പക്ഷേ അതിലും ഒരു നിരപരാധിത്വം തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഷ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു മറുപടി ആയിരുന്നില്ല ബോബി ചെമ്മണ്ണൂരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി വയനാട് മേപ്പാടിയിലുള്ള അദ്ദേഹത്തിൻ്റെ 100,000 ഏക്കേഴ്സ് എന്ന പ്രോപ്പർട്ടിയിൽ വെച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അതും വളരെയധികം നമ്മൾ സിനിമ സംഘടനകളെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോലീസ് സംഘം എത്തുന്നു, അദ്ദേഹത്തെ കസ്റ്റഡിയിലാക്കുന്നു. അദ്ദേഹത്തെ പോലീസ് ജീപ്പിൽ തന്നെ ഈ സമയം ഉടനീളം എത്തിക്കുന്നു. പക്ഷേ എന്നാൽ പോലീസിൻ്റെ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ നിലവിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഒപ്പം തന്നെ വിവരങ്ങളും ആണ് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരുന്നത്. കൊച്ചിയിൽ നിന്നും ഹാൻസാണ് വിശദമായ റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്.